കടമേരി സിൻഡ്രല്ല ചിൽഡ്രൻസ് ഇംഗ്ലീഷ് തിയേറ്റർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നാടക പരിശീലന ക്യാമ്പ് മെയ് 12-13 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകൻ മോഹനൻ നൊച്ചാട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. നമ്മളുടെ കുട്ടികൾ വളരെ സർഗവാസനയോടുകൂടിയാണ് വളർന്നു വരുന്നത്. പക്ഷെ അവരുടെ ഈ സർഗവാസന എല്ലാം തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നശിച്ചു പോകുന്നുണ്ട്. അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സിൻഡ്രല്ല ചിൽഡ്രൻസ് ഇംഗ്ലീഷ് തിയേറ്റർ ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം. ഈ സംഘടന മുഖേന കുട്ടികളെ രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ കടമേരി നാട്ടിലുള്ള പല വീട്ടുമുറ്റങ്ങളിലും വെച്ച് ഇംഗ്ലീഷിൻ്റെ പഠന ക്ലാസ്സുകൾ തിയേറ്റർ ഫോമിലൂടെ ഗ്രാമറും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ തിയേറ്റർ അപ്രോച്ചിലൂടെ ധാരാളം ക്ലാസ്സുകൾ ആക്ടിവിറ്റീസുകൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഒരു കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിലുള്ള ഒരു നാടക പഠന ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പ് 12-13 തീയതികളിൽ കടമേരി ചരുവത്തിനടക്ക സമീപമുള്ള തോട്ടോളി എന്ന വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ ഭരതൻ കുട്ടോത്ത്, അതേപോലെ ഇസ്മയിൽ കടത്തനാട്, കുളത്തൂർ സുരേഷ് കുളത്തൂർ എന്നീ 3 പ്രഗത്ഭരായിരിക്കുന്ന നാടക പ്രവർത്തകർ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. നാടകത്തിലെ വളരെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള മോഹൻ നൊച്ചാട് എന്ന് പറയുന്ന ആളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീമതി ആസി ടീച്ചർ. അവിടെയുള്ള വാർഡ് മെമ്പർ പി കെ ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് 13-ാം തീയതി വൈകുന്നേരം ഇത് സമാപനത്തിൻ്റെ ഉദ്ഘാടനവും നടത്തും. ഈ പരിപാടിയിലൂടെ കുട്ടികൾക്ക് വളരെ മെച്ചപ്പെട്ട പഠന പിന്തുണ ലഭിക്കുന്നതാണ്. പഠന പ്രവർത്തനങ്ങളിൽ ധാരാളം സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ തിയേറ്റർ ആക്ടിവിറ്റീസ്. ഇത് രക്ഷിതാക്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്തേക്ക് കുട്ടികളെ കടത്തിവിടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്നാലും 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും ഇവിടെ നിരീക്ഷകരായി വെക്കാവുന്നതാണ്. 15 വയസ്സ് കഴിയുമ്പോൾ കുട്ടികളുടെ കുട്ടിത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ആയതുകൊണ്ടാണ് 15 വയസ്സ് എന്ന് പറയുന്ന ഒരു വയസ്സ് അവിടെ നിജപ്പെടുത്തിയിട്ടുള്ളത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.